തലശ്ശേരി ഫസൽ വധക്കേസിൽ നിർണായക തൊണ്ടി മുതലായ രക്തം പുരണ്ട തൂവാല കാണാതായ ശേഷം തിരികെ ലഭിച്ചതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. കേസിൽ സിജിഎമ്മിനോട് കൊച്ചി CBI കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എറണാകുളം CJM കോടതിയുടെ കസ്റ്റഡിയിൽ നിന്നാണ് തൂവാല കാണാതായത്. പ്രതികളെ സഹായിക്കാൻ ആരെങ്കിലും തൂവാല എടുത്തു മാറ്റിയതാണോ എന്നതിലാണ് പരിശോധന. SS ശരൺ നൽകും വിശദാംശങ്ങൾ. ശരൺ, ലഭിച്ചത് യഥാർത്ഥ തൂവാല തന്നെയാണോ എന്നതുകൂടി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ എലി കരണ്ടുപോയി അതാണ് എന്ന് എഴുതി വെച്ചൊരു ഇതായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ? ശ്രുതി, ഇക്കാര്യത്തിൽ വലിയ ദുരൂഹത നിലനിൽക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അതിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ CBI ഈ കുറ്റപത്രത്തിനൊപ്പം അനുബന്ധ രേഖകൾ തൊണ്ടി മുതലും ഒക്കെ തന്നെ സമർപ്പിച്ചിരുന്നത് എറണാകുളം CJM കോടതിയിലാണ്. അങ്ങനെ CJM കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെയാണ് ഈ നിർണായക തൊണ്ടി മുതലായ രക്തം പുരണ്ട തൂവാല നഷ്ടമായിരുന്നത്. അപ്പോൾ ഈ വിചാരണ നടക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട കൊച്ചി CBI കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടയിൽ സാക്ഷി വിസ്താരത്തിനിടയിൽ ഈ തൂവാല ഹാജരാക്കണമെന്നൊരു ആവശ്യം CBI അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ആ തൂവാല സൂക്ഷിച്ചിരുന്ന കവർ അവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ആ കവർ പൊട്ടിച്ച നിലയിലാണ്, കീറിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അതിന്റെ മുകളിലായിട്ട് എഴുതിയിരുന്നത് എലി കരണ്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് കൊച്ചി CBI കോടതി CJMനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തത്. അങ്ങനെ റിപ്പോർട്ട് തേടി അന്വേഷണം നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഈ തൂവാല തിരികെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രധാനമായും പരിശോധനകൾ നടക്കുന്നത് ഈ തിരികെ ലഭിച്ചിരിക്കുന്നത് യഥാർത്ഥ തൂവാല തന്നെയാണോ എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പഴയ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന തൂവാലയുടെ FSL റിപ്പോർട്ടുണ്ട്. ആ FSL റിപ്പോർട്ടും തിരികെ ലഭിച്ച തൂവാലയും ചേർത്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കും. ഒപ്പം തന്നെ ഇത് പ്രതികളെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും എടുത്തു മാറ്റിയതാണോ എന്നുള്ള സംശയം കൂടി ബലപ്പെടുകയാണ്. അത് സംബന്ധിച്ചുള്ള പരിശോധനകളും കോടതികൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തൊണ്ടിമുതലുകളിൽ ഒന്നാണ് ഈ രക്തം പുരണ്ട തൂവാല. അതായത് CBI കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസ് വഴിതിരിച്ചു വിടാനായിട്ട് പ്രതികൾ ബോധപൂർവം ശ്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ കൊല നടത്തിയത് RSSകാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ പ്രതികൾ ഫസലിന്റെ രക്തം പുരണ്ട തൂവാല RSSകാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ട് ഇട്ടിരുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതാണ് CBI കണ്ടെത്തിയത്. അതിനെ അടിസ്ഥാനമായിട്ടുള്ളൊരു തെളിവാണ്. അതായത് വിചാരണ വേളയിൽ തന്നെ ഈ CBIക്ക് അങ്ങനെ ഒരു ശ്രമം പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് ചൂണ്ടിക്കാട്ടാനുള്ളൊരു തെളിവ് കൂടിയായിരുന്നു ഈ തൂവാല. ശരി, ഓക്കെ. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.